പാൽപേടയുടെ ഒക്കെ ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ പാലിൽ നിന്ന് നെയ്യ് എടുക്കുമ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന കുറച്ച് ഭാഗമാണിത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പേട ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ നെയ്യ് എടുക്കുന്ന വീഡിയോ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇനി ഈ യെല്ലോ പാർട്ട് നമ്മളൊരു പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പാൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുക. കട്ടഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യണം. പഞ്ചസാര പൊടിച്ചതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഒരു അരക്കപ്പിൽ താഴെയാണ് ഞാനിപ്പോൾ ഇത്ര ഈ ക്വാണ്ടിറ്റിയിലേക്കുള്ളത് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് പഞ്ചസാര അതുപോലെ അല്ലെങ്കിൽ പൊടിച്ചിട്ടോ ആഡ് ചെയ്യുക. അതിപ്പോൾ ഞാൻ ആദ്യം പൊടിച്ച് വെച്ചത് കുറച്ചൊന്ന് കട്ടായിട്ടുണ്ട്. അതിപ്പോൾ കൈ ഉപയോഗിച്ചിട്ടൊന്ന് പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നത് വരെ, പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഒരുപാട് കൂട്ടിയൊന്നും ഇടണ്ട, കരിഞ്ഞൊന്നും പോവാതെ നോക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ലൂസായി വരുമ്പോൾ നമ്മൾ വിചാരിച്ച ഷേപ്പിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ അപ്പോൾ അതേ പഞ്ചസാരയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്തൊന്ന് മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഷേപ്പിലേക്കാണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് ഇത് ആക്കിയെടുക്കുക. ഇപ്പം ഞാനൊരു റൗണ്ട് ഷേപ്പാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ ഞാൻ ഒരു ലഡുയുടെ ഷേപ്പിലേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമ്മൾ വിചാരിച്ച ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക. കുറച്ചൊന്ന് നെയ്യോ എണ്ണ എന്തെങ്കിലും കയ്യിലാക്കിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതൊന്ന് പരത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പേടയുടെ ഒക്കെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം നമ്മൾ ലഡു അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പേടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള ലഡു ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.